നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു എല്ല് കറിയാണ്. നല്ല കറിയല്ലാണ്. നമ്മളിവിടെ 1 കിലോ കറിയെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടിപൊളിയായിട്ടൊന്ന് കറി വെക്കാം. ഇത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് കുക്കറിലോട്ട് ഇടാം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ 2 സവാള അരിഞ്ഞതാണ്. പിന്നെ അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് പൊടി, കറിവേപ്പില. ഇതെല്ലാം കൊണ്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിക്കാം. ഇതൊരു 3-4 വിസിലടിച്ച് നല്ലപോലെ ഒന്ന് വേവിക്കാം. ശേഷം ഒരു 5 വിസിലോളം അടിച്ച് എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, എല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് സ്വല്പം പെരിഞ്ചീരകം, തേങ്ങാക്കൊത്ത്, നല്ലപോലെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ചുമക്കണം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞാണ് കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ചെറുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില കൂടെ, ഇതെല്ലാം കൂടെ ഒന്ന് ഒന്നിലൊന്ന് കുഴച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കുഴക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ്, ഒരു 2 സ്പൂണ്. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞു കൊടുക്കാം. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ല് ഒഴിച്ചു കൊടുക്കും. അതൊക്കെ നല്ലപോലെ നമുക്ക് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഇതിലോട്ടൊന്ന് ഒഴിക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആകണം. നമ്മൾ ഉപ്പൊക്കെ ഇട്ടാണ് ഈ എല്ല് വേവിച്ചത്.
അതുകൊണ്ട് തന്നെ അതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ലേശം ഉപ്പ് വേണം. ലേശം ഉപ്പും ശേഷം ഗരം മസാലപ്പൊടി. പിന്നെ ഇത് മൂടി വെച്ച് നല്ലവണ്ണം തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് നല്ലവണ്ണം തിളപ്പിക്കാം. ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ടൊരു ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. നമുക്കിത് തീ അങ്ങ് ഓഫ് ചെയ്യാം. നല്ല ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. എല്ലാമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. കപ്പയെ കഴിക്കാൻ നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.